ഒരു നല്ല മനുഷ്യൻ തെറ്റായ ഒരു തീരുമാനം എടുത്താൽ അപ്പോഴും അയാൾ നല്ല മനുഷ്യൻ തന്നെയാണ്. മഹാഭാരതത്തിൽ ഈ ചോദ്യം ഏറ്റവും യോജിക്കുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹമാണ് യുധിഷ്ഠിരൻ. യുധിഷ്ഠിരന്റെ നന്മകൾ അല്ലെങ്കിൽ അദ്ദേഹം ധർമ്മം മാത്രം ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതല്ല പ്രതിസന്ധി. സ്വന്തം ദൗർബല്യങ്ങളെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. യുധിഷ്ഠിരൻ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്, ധർമ്മത്തെക്കുറിച്ച് വളരെ വലിയ ബോധമുള്ള ഒരാളാണ്. എന്നിട്ടും ചൂതുകളിക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അതിലെ അപകടം അറിഞ്ഞുകൊണ്ട് തന്നെ ധർമ്മത്തിനെ കുറിച്ച് ചിന്തിച്ച് ധർമ്മം ചെയ്യുന്നതിന് പകരം അദ്ദേഹം ചൂത് കളിക്കാൻ പോവുകയാണ് ഉണ്ടായത്. ചൂതുകളിയിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, തന്റെ രാജ്യത്തെയും സിംഹാസനത്തെയും സഹോദരങ്ങളെയും ഒടുവിൽ സ്വന്തം ഭാര്യയായ ദ്രൗപദിയെ വരെ അദ്ദേഹം പണയ വസ്തുവാക്കുകയും ചെയ്തു. ധർമ്മത്തെക്കുറിച്ച് ഇത്രയും ബോധമുള്ള ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അധർമ്മം പ്രവർത്തിച്ചത് എന്നാണ് ചിന്തിക്കുന്നത്. യുധിഷ്ഠിരനെ നമ്മിലേക്ക് ഒന്ന് ചേർത്ത് ചിന്തിച്ചാൽ യുധിഷ്ഠിരൻ ചെയ്ത കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഒന്ന് താരതമ്യം ചെയ്യാൻ കഴിയും. ഞാൻ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ നിയമം കൃത്യമായി പാലിക്കും, ഞാൻ വാക്ക് പറഞ്ഞതാണ്, ഞാൻ സത്യത്തിനൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിരിക്കും, ഇങ്ങനെയുള്ളതൊക്കെ നല്ല ഗുണങ്ങൾ തന്നെയാണ്. എന്നാൽ ചില അവസരങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ഇത്തരം ഗുണങ്ങളൊക്കെ തന്നെ നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം കൂടിയാണ്. നമ്മളൊരു നേതാവിനെ ഇഷ്ടപ്പെടുന്നു, ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു. സ്വാഭാവികമായി നമുക്ക് അയാളിൽ ഒരു വിശ്വാസമുണ്ടാകും. ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചു തുടങ്ങുന്നു. അയാൾ ചെയ്യുന്ന തെറ്റുകളെ കൂടി നമ്മൾ ന്യായീകരിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ചെന്നെത്തുകയും ചെയ്യുന്നു. നമുക്ക് ആ നേതാവിനോടോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരാളോടോ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള പ്രതിപത്തി നമ്മൾ ആ വിശ്വാസത്തിനെ മുറുകെ പിടിച്ചു നിൽക്കുമ്പോൾ സത്യത്തിന് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന്, അസത്യത്തിന് എതിരെ നിൽക്കുന്നതിൽ നിന്ന് ആ വിശ്വാസം നമ്മളെ തടയാൻ സാഹചര്യമുണ്ടാകും. യുധിഷ്ഠിരന്റെ കഥ നമ്മളെ നല്ലവനാകണം എന്ന് പഠിപ്പിക്കുന്നതിനൊപ്പം സ്വന്തം ദൗർബല്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനെ ചോദ്യം ചെയ്യുവാനും കഴിവുള്ള ഒരാളാക്കി മാറ്റണം എന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. കഥകളെല്ലാം പഴയതാണ്, ചോദ്യങ്ങളെല്ലാം ഇന്നത്തേതുമാണ്.